നമസ്കാരം ഗായ്സ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ടിട്ടാണ്, വാട്ട്സ് ഇൻ മൈ ബാഗ്. അപ്പോൾ ഈ വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ക്ലാസ്സിൽ ഒഴിവ് കിട്ടുമ്പോൾ ഇങ്ങനെ വാട്ട്സ് ഇൻ മൈ ബാഗ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ യൂട്യൂബിൽ കാണുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഭയങ്കര ഒരു സന്തോഷമാണ്. ഭയങ്കര ഗോൾഡൻ സമയമായിരുന്നു ഈ PGക്ക് പഠിക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വാട്ട്സ് ഇൻ മൈ ബാഗാണ്. അപ്പം ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ള ബാഗ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ബാഗാണ് ഞാൻ ലാസ്റ്റ് ടൈം ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഒരു 2-3 ആഴ്ച മുന്നേ ഞാനൊരു സിനിമയ്ക്കായിരുന്നു, ഒരു ഏകാചിത്രം ഫിലിം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫിലിമായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ബാഗായിരുന്നു ഇത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്ക് നോക്കാം. വലിയ കാര്യങ്ങളൊന്നുമില്ല എന്നാലും. അപ്പോൾ ഫസ്റ്റ് ഉള്ളത് ഈ ഒരു ടൈഗർ ബാമാണ്. എനിക്ക് ഭയങ്കര തലവേദനയും ഭയങ്കര തുമ്മലും വരുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും ഈ ഒരു സാധനം ഇല്ലാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതിൻ്റെ ഒരു 2-3 ടിന്നിൻ്റെ അടുത്തുണ്ട്. പിന്നെ അടുത്തത് ഈ ഒരു ബോട്ടിൽ. ഇത് ഞാൻ കോംബോ ആയിട്ട് മേടിച്ചതാണ്. 3 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ 1 ഏട്ടൻ കൊണ്ടുപോയി, 1 ഇവിടെ ഉണ്ട്, 1 ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ, അതായത് കുട്ടി ബാഗൊക്കെ എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അതിൽ ഫിറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകും. എപ്പോഴും നമുക്ക് പുറത്തുനിന്ന് വെള്ളമൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിൽ കൊണ്ടുപോകും. ഇനി അടുത്തത് ഈ ഒരു ടിഷ്യൂവിൻ്റെ ഒരു പാക്കാണ്. ഞാൻ നല്ലോണം സെറ്റ് ചെയ്യും. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ നല്ലോണം സെറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇട്ടതൊക്കെ ഒലിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു ടിഷ്യൂവിൻ്റെ ഒരു പാക്കറ്റ് എപ്പോഴും കൊണ്ടുപോകും. പിന്നെ ഇത് മൂവി ടിക്കറ്റ് അന്ന് പോയതിൻ്റെ. പിന്നെ ഒരു ഇയർപോഡ്സ് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്, ബസ്സിലൊക്കെ പോകുമ്പോൾ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഛർദ്ദിക്കാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ഇയർപോഡ്സ് കൊണ്ടുപോകും. പിന്നെ ഈ ഒരു മാസ്ക്, ഞാൻ പറഞ്ഞില്ലേ നല്ലോണം അലർജി ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ സാധനം ഇല്ലാതെ എനിക്ക് പറ്റൂല. അപ്പോൾ ഇങ്ങനെ നല്ലോണം തുമ്മൽ വരുന്ന സമയത്ത് ഞാൻ ഈ മാസ്ക് ഉപയോഗിക്കും. പിന്നെ ഈ ഒരു സൺസ്ക്രീൻ ഞാൻ എപ്പോഴും ബാഗിൽ ഉണ്ടാവും. ഇതിൻ്റെ വേറെ നല്ലോണം ഉള്ളൊരു ട്യൂബിൻ്റെ അടുത്തുണ്ട്. ഇത് തീരാനായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ബാഗിലിട്ട് കൊണ്ടുപോകും പുറത്തേക്കൊക്കെ പോകുമ്പോൾ. റീഅപ്ലിക്കേഷനൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ അത് കൊണ്ടുപോകും. ഇനി അടുത്തത് ഈ ഒരു പെർഫ്യൂമിൻ്റെ ബോട്ടിൽ. ഇത് കഴിഞ്ഞുണ്ട്, ഇത്തിരിയും കൂടെ ബാക്കിയുണ്ട്. ഇതും ഞാൻ കൊണ്ടുപോകും. ഇതിൻ്റെ വലിയ സൈസിൻ്റെ അടുത്തുണ്ട്. എനിക്കങ്ങനെ പെർഫ്യൂമൊന്നും അടിക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷെ അടുത്ത് നിന്ന് ആൾക്കാർ നാറുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ലോണം മണം വരുമ്പോൾ ഞാൻ ആരും കാണാതെ ഇങ്ങനെ അടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതും കൊണ്ടുപോകും. പിന്നെ നമ്മുടെ മെയിൻ സാധനം ലിപ്സ്റ്റിക്ക്. ഇതില്ലാതൊരു കളിയില്ല. ഇതെന്തായാലും കൊണ്ടുപോകും. കാരണം തിന്ന് കഴിയുമ്പോൾ, എന്തെങ്കിലും കുടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2-3 ഷെയ്ഡ് എപ്പോഴും എൻ്റെ ബാഗിലുണ്ടാവും. ഇനി പിന്നെ ലാസ്റ്റായിട്ട് ഈ ഒരു സാനിറ്റൈസർ. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ സൺസ്ക്രീനൊക്കെ ഇടാൻ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും കൈയൊന്നും കഴുകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ സാനിറ്റൈസർ ഞാൻ എന്തായാലും കൊണ്ടുപോകും. കൈയൊന്ന് വൃത്തിയൊക്കെ നല്ലോണം വൃത്തി ഉണ്ടായതുകൊണ്ടൊന്നുമല്ല, എന്നാലും ഒരു സമാധാനത്തിന്. നമ്മളെ മുഖത്ത് തൊടുന്നതല്ലേ, മുഖത്ത് എന്തെങ്കിലും വന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ. അതിനെക്കൊണ്ട് ഞാൻ ഈ സൺസ്ക്രീൻ ഈ ഒരു സാനിറ്റൈസർ എന്തായാലും ഞാൻ കൊണ്ടുപോകും. അപ്പോൾ അത്രേ ഉള്ളൂ. കാലി ഇതിലൊന്നുമില്ല. ചില്ലറ പൈസ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇല്ല, അത് ഞാൻ മുട്ടായി വാങ്ങെടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഒരു ബാഗിൽ. ഇതാണ് ഞാൻ പുറത്ത് പോകുമ്പോൾ മെയിനായിട്ട് കൊണ്ടുപോകുന്ന ഐറ്റംസ്. ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല, വെറും ലിപ്സ്റ്റിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ്. അധികമായിട്ടൊന്നുമില്ല, എന്നാലും എല്ലാവരും ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു പുതിയ അങ്ങനെ ഇതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്നെ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ബൈ.